ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അങ്ങനെ വീണ്ടും ഒരു പുതിയൊരു യാത്രയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ അയോധ്യയിലേക്ക് വീണ്ടും ഒരു യാത്രയിലേക്ക് പോവാണ്. അപ്പം നമുക്ക് അതിൻ്റെ കാഴ്ചയിലേക്ക് പോവാം. ജയ് ശ്രീറാം. അങ്ങനെ 12 മണിക്കൂർ നമ്മൾ വണ്ടി ഓടിയിട്ട് അയോധ്യയിലെത്തി, റൂമൊക്കെ എടുത്തു. എന്നിട്ട് കുളിച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് വന്നതാണ്. അമ്പലത്തിലേക്കുള്ള ക്യൂ ആണ്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. അപ്പോൾ ക്യൂ ആണ് കാണുന്നത്. അമ്പലത്തിലേക്കുള്ള ക്യൂവിൻ്റെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അല്ലല്ല, ഹനുമാൻ ഗദ്ദിലെ വ്യൂ ആണിത്. അങ്ങനെ രാവിലെ സരയൂ നദിയിൽ കുളിക്കാനായിട്ട് പോവാണ്. നമ്മൾ അമ്പലത്തിനടുത്തൂടാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഈ ഓട്ടോയിൽ കയറി 20 രൂപയാണ് ചാർജ്. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ദർശനമൊക്കെ ഇന്നലെ കഴിഞ്ഞുകൊണ്ട് ഇന്നലെ 2 പോയി ദർശനം നടത്തി. അങ്ങനെ വീണ്ടും ശ്രീരാമൻ സന്നിധി അമ്പലത്തിലേക്ക് ഇന്നമൂട്ടിലേക്ക് എത്താൻ പോകുന്നു. അമ്പലത്തിൻ്റെ മുൻവശം എത്തിയിരിക്കുകയാണ്. ശ്രീരാമ ജന്മഭൂമി മന്ദിർ. ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം. അവിടെ അല്ല, പിന്നെ ഇവിടെ ലോക്കൽസ് ഒക്കെ വരുന്നതാണ്. ഇതാണ് ഹനുമാൻ ഘാട്ട്. ഹനുമാൻ്റെ ലതാ മങ്കേഷ്കർ ചൗക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ സരയൂ നദിയിലേക്ക് കുളിക്കാനായിട്ട് വന്നതാണ്. തിരക്കുകളൊക്കെ വളരെ കുറവാണ് ഇവിടെ. ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ്. ഇവിടുന്ന് ഏകദേശം ഒരു 500 മീറ്ററാണ് മെയിൻ എൻട്രൻസ്. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ലതാ മങ്കേഷ്കർ ചൗക്കിലാണുള്ളത്. നിങ്ങൾ കാണുന്നതാണ് ലതാ മങ്കേഷ്കർ ചൗക്കിൻ്റെ വ്യൂസാണ് നിങ്ങൾ കാണുന്നത്. ഇതാ മെയിൻ എൻട്രൻസ്. അത് വന്ന് ചേരുന്ന സ്ഥലമാണ് ലതാ മങ്കേഷ്കർ ചൗക്ക്. നിങ്ങളങ്ങനെ സരയൂവിൽ കുളിക്കാനായിട്ട് വന്നതാണ്. ലതാ മങ്കേഷ്കർ ചൗക്കിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സരയൂ നദിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സരയൂ നദിയിൽ കുളിക്കാനായിട്ട് പോവാണ്. കാവടി യാത്രക്കാരുണ്ട്. പിന്നെ ഈ കാണുന്നത് നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ സഫായി കർമ്മചാരി അവരാണ് കാണുന്നത്. രാവിലെ ഒരു ചായ, ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കണ്ടോളൂ. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചൂട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി നിന്നതാണ് ഇവിടെ. ഇങ്ങനെ സരയൂ നദിയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സരയൂ നദിയുടെ കരയിലുള്ള കാഴ്ചകളാണ് ഇത് കാണുന്നത്. ഇപ്പോൾ ഇവിടെ കാവടിൻ്റെ സമയമാണ്. അതാണ് ഇവിടെ ആൾക്കാർ ഈ കാവി ഡ്രസ്സുമായിട്ട് വന്നിരിക്കുന്നത്. അവർ കാവടികളാണ്. ഇന്ന് പൊതുവെ തിരക്ക് കുറവാണ് ഇന്നത്തെ ദിവസം. എൻ്റെ അങ്ങനെ ഇത് 4ാമത്തെ ദിവസമാണ് ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യം വന്ന് 3 ദിവസം ഉണ്ടായിരുന്നു. 3 ദിവസമല്ല, 4 ദിവസം ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്രാവശ്യം ഇന്നലെ വന്നതാണ്. ഇന്നലെ ഞങ്ങൾ ദർശനം നടത്തി. അതിനുശേഷം ഇനിയിപ്പോൾ സരയൂവിൽ കുളിച്ചിട്ട് പോയി ദർശനം നടത്താനായിട്ടുള്ള പരിപാടിയാണ്. ഇവിടുത്തെ ഡെയിലി ലൈഫാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സരയൂ നദിയുടെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ബംഗാൾ പ്രൊവിൻസ് എന്ന് കരുതായിരിക്കും തീർച്ചയായിട്ടും. അങ്ങനെ ഞങ്ങള് സരയൂ എല്ലാം കറങ്ങിയിട്ട് തിരിച്ചു പോവാണ്. വെള്ളം അത്ര നല്ലതല്ലായിരുന്നു. അത് കാരണം ഞങ്ങൾ കുളിച്ചില്ല. റൂമിൽ പോയി കുളിച്ചിട്ട് വീണ്ടും അമ്പലത്തിലേക്ക് പോകാൻ പോവാണ് ദർശനം നടത്താനായിട്ട്. ആൾക്കാർ വളരെ കുറവാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ സരയൂവിൽ പോയിട്ട് തിരിച്ചു വന്നു. ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത് ഈ പാർക്കിംഗ് ഏരിയയുടെ ഓപ്പോസിറ്റാണ്. മൾട്ടി ലെവൽ പാർക്കിംഗ് ഏരിയയാണ്. ഇതിന് ഓപ്പോസിറ്റായിട്ടാണ് റൂം കിട്ടിയിരിക്കുന്നത്. റൂം 1800 പറഞ്ഞു. പക്ഷേ 1600-ന് AC റൂം 3 പേർക്ക് കിട്ടി. ഞാൻ റൂമിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം.
ഇവിടെ നിന്നും നമുക്ക് 20 രൂപ എടുത്തു കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഷെയർ ടാക്സി കിട്ടുന്ന സ്ഥലമാണ്. നല്ല സ്പോട്ടാണ്. ഞങ്ങളുടെ കാർ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ശ്രീ സ്വാമി നാരായൺ അതിഥി ഭവൻ, ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. നമ്മുടെ ഗസ്റ്റ് ഹൗസിനകത്തെ വ്യൂ ആണ്. ഞങ്ങൾ മേളിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് കിട്ടിയത് റൂം. അങ്ങനെ ഞങ്ങൾ തിരികെ ശക്തിനഗർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ നമസ്കാരം, ബൈ ബൈ.